പോലീസ്. പോലീസാ? താൻ പോലീസാ? ഇതെന്തൊരു ഫ്രീക്കനാടോ? ഫ്രീക്കന്മാർക്കും പോലീസാവാം. അതിനൊക്കെ സർക്കാർ ഒരു CBCID സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പാതിരാതിക്ക് ബോയ്സ് ഹോസ്റ്റലിൽ കയറി താൻ ഷോ കാണിക്കാണോ? താൻ എവിടുത്തെ പോലീസാണോ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ നാട്ടിൽ കുറച്ചു കാലമായി പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ പീഡനത്തിന് ഇരയാവുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട്. പോസ്കോ ആക്ട് കർശനമായി നടപ്പാക്കാൻ ഒരു അണ്ടർ കവർ മൂവ്മെന്റ്. ഐ ആം എ പാർട്ട് ഓഫ് ഇറ്റ്. തനിക്കിപ്പോ എന്താ വേണ്ടേ? വാച്ചിങ് പോൺ ഈസ് ഇല്ലീഗൽ. അതിന്റെ പേരിൽ കേസ് എടുക്കുകയോ അറസ്റ്റോ ഉണ്ടാവുന്നില്ല. പക്ഷേ ഈ ചൈൽഡ് പോൺ കാണാന്ന് വെച്ചാൽ നിയമവിരുദ്ധം മാത്രമല്ല, ഒരു മാനസിക വൈകൃതം കൂടിയാണ്. തുടർച്ചയായി കാണുന്നവരെ നമ്മൾ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിച്ച് ഒരു കൗൺസിലിംഗ് കൊടുത്ത് നന്നാക്കാറുണ്ട്. അങ്ങനെ ഉള്ളവരെ മര്യാദയ്ക്ക് ഉപദേശിച്ചില്ലേ നാളെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പണിയാവും. തനിക്കിപ്പോ ഞങ്ങളുടെ കൂടെ നിന്ന് പിള്ളേരെ തുണ്ട് സ്ഥിരമായി കാണുന്നവരെ പോക്കണം അല്ലേ? സിമ്പിൾ. ഒന്ന് ഉപദേശിക്കാൻ നടക്കില്ല സാറേ. 3 വണ്ടി നിറയെ പോലീസുണ്ട് പുറത്ത്. ഒരു 150 പിള്ളേരുണ്ട് ഈ ഹോസ്റ്റലിൽ. ഞങ്ങളൊന്ന് ചൂളടിച്ചാ പിന്നെ സാർ ഏത് കോലത്തിലാണെന്ന് പോണേ ഞങ്ങൾക്ക് പോലും പറയാൻ പറ്റില്ല. ഞാൻ എന്റെ അമ്മച്ചിയുടെ അടുത്ത് പോലും ഇത്ര മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ലടാ മൈത്താണ്ടികളെ. ജോസ്, യെസ് സർ. ആ ഗ്ലൗസിന്റെ റിപ്പോർട്ട് വന്നായിരുന്നു? ഇല്ല സർ. വൈ? ഫോറൻസിക് അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല സർ. കേസ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട എല്ലാ ഫയൽസും ഇപ്പൊ എന്റെ ടേബിളിൽ അത് ഏത് ഡിപ്പാർട്ട്മെന്റിലായാലും ശരി സർ. അവൻ ഏകദേശം 15 തവണ ഫോണിൽ സാറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. സിം എടുത്ത ഐഡികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എല്ലാം എത്തിയത് സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരിലാണ്. ആദ്യത്തെ 2 കൊലപാതകങ്ങൾ നടന്നത് ഇടുക്കി ജില്ലയിൽ, മൂന്നാമത്തേത് എറണാകുളത്തും. സാമുവൽ സാറാണ് ഇതിന് പിന്നിലെ സീരിയൽ കില്ലറുടെ സാന്നിധ്യം മനസ്സിലാക്കിയത്. DNA റിപ്പോർട്ട്സിനൊന്നും കൺസിസ്റ്റൻസി ഇല്ല. ബോഡി ഹെയർസ്, ബൈറ്റ് മാർക്സ് പലയിടത്തും പല തരത്തിലാണ്. സാധാരണ സീരിയൽ കില്ലർമാരെ പോലെ കില്ലിങ്ങിൽ ഒരു പ്രത്യേക മാതൃക ഫോളോ ചെയ്യുന്ന ആളല്ല. മയക്കുമരുന്ന് കുത്തിവെച്ചും ശ്വാസം മുട്ടിച്ചുമാണ് കൊലപാതകങ്ങൾ. ചില കുട്ടികൾ ദിവസങ്ങളോളം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനർത്ഥം മറഞ്ഞിരിക്കാൻ അവനൊരിടം കാണും. തീർച്ചയായും മറഞ്ഞിരിക്കുന്നവൻ മാന്യനാകും. ബോഡികൾ വായിലൂടെ ബാൻഡിട്ട് മൂക്കിൽ നോസ് ക്യാപ്പുകൾ ഫിറ്റ് ചെയ്ത് ക്ലൗണിനെ പോലെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. And he calls himself as Joker. Yes, I'm the Joker.
എന്താ ഇത്? എന്താ ഇതൊക്കെ? നമ്മുടെ കുഞ്ഞിന്റെ ജീവൻ ദൈവം കാത്തതാ മിഷേലെ. അവള് മാത്രമല്ല, നീ ഇത് കണ്ടോ? കൂട്ടിന് നമ്മളില്ലാത്തപ്പോ ഇനി അവളെ ആർക്ക് എന്റെ മോളുടെ മുഖത്ത് നോക്കാൻ പറ്റണില്ല. നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന സുഖ, മക്കളുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നത് ഭാഗ്യം. ഇപ്പൊ അവളൊന്നും പറയുന്നില്ല മിഷേലെ, അവളുടെ ഇഷ്ടങ്ങളൊന്നും പറയുന്നില്ല. ആരാ നമ്മുടെ മോളെ? കണ്ടുപിടിക്കണം, ആരായാലും കണ്ടുപിടിക്കണം. Kill him. അർബുദം ബാധിച്ച കരിച്ചോ മുറിച്ചോ കളയണം. ശരീരത്തിലായാലും സമൂഹത്തിലായാലും. Kill him. കൊന്നുകളഞ്ഞേക്ക്. ജോണി ഇന്ന് ലേറ്റ്. ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ പോയതാന്ന്. അവന്മാര് തപ്പുന്നുണ്ടെന്നാ പറയുന്നത്. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ആ സെക്യൂരിറ്റി കള്ളൻ നാരായണൻ പുറത്തു പോയ സമയത്താ ഞങ്ങളുടെ ഫ്ലാറ്റിൽ കള്ളം കയറുന്നു. അപ്പച്ചനും അമ്മച്ചയും തനിച്ചേ ഉള്ളെന്നറിയാവുന്ന ഏതോ ഒരുത്തനാ ഈ പണി പറ്റിച്ചു. ജോണി എന്ന് എവിടെയായിരുന്നു? ഞാനത് അറിഞ്ഞിട്ടല്ലയോ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ എത്തുമ്പോൾ അമ്മച്ചിയുടെ ഒരു മാലയും 25,000 രൂപയും പോയിട്ടുണ്ട്. അത് മാത്രമേ ഫ്ലാറ്റിലുണ്ടായിരുന്നുള്ളൂ. ജോണിയുടെ പെങ്ങടെ മക്കളിപ്പോൾ വരാറില്ലേ? ഇച്ചായനെന്തോ ഒരുമാതിരി പോലീസുകാർ ചോദിക്കുന്ന പോലെ. അവന്മാരൊക്കെ അങ്ങ് ബാംഗ്ലൂരില്ല. നന്നായെന്നൊക്കെ ആനി പറയുന്നത്. അവന്മാർ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറേ നാളായി. അല്ല, ഇച്ചായനെന്തോ ഒരു സംശയം പോലെ. അല്ല, ജോണി ആ സമയത്ത് എവിടെ പോയെന്നാ പറഞ്ഞേ? താണ്ട് കിടക്കുന്നു. എൻ്റെ ഇച്ചായൻ്റെ ചോദ്യം കേട്ടാ തോന്നും എൻ്റെ ഫ്ലാറ്റിൽ ഞാൻ തന്നെ കയറി മോട്ടിച്ചാന്ന്. അതേ, ഞാനപ്പോൾ എവിടെയായിരുന്നു സമയമാകുമ്പോൾ ഇച്ചായനോട് പറയാം. കേട്ടോ? എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു. ഒരു 10 മിനിറ്റ് ഞാൻ ചായ കുടിക്കാൻ മാറിയിട്ടുണ്ടാവും. അല്ല സാറേ, ഇവിടുന്ന് വല്ലതും പോയോ? നീ പോലീസിനോട് പറഞ്ഞതല്ല എനിക്കറിയേണ്ടത്. നിങ്ങൾ ഈ മുതലാളിമാർക്ക് കുറച്ചു നാളായി പാവപ്പെട്ട സെക്യൂരിറ്റിക്കാരെ കണ്ട ഒരു തരം ചൊറിച്ചില്ല. എന്റെ കയ്യിൽ അതിനുള്ള മരുന്നില്ല സാറേ. വലിയ പ്രകാശം എന്റെ അളിയല സാറേ. ഒരു ദിവസം ഇവിടെ എല്ലാം കാണാൻ വന്നതാ. ഇവിടത്തെ ക്യാമറ കേടാണെന്ന് അറിഞ്ഞപ്പോ പ്ലാൻ ചെയ്തതാ. ഇനി എന്നെ തല്ലല്ലേ സാറേ. മൂത്തവളുടെ കെട്ട ഫെബ്രുവരിയില് പറ്റിപ്പോയതാ. ഇവിടുത്തെ അമ്മച്ചിയുടെ ഒരു മാല 25,000 രൂപയും കിട്ടി. എല്ലാം തിരിച്ചു കൊടുത്തോളാം സാറേ. ജോണി സാറ് ഫ്ലാറ്റിൽ നിന്ന് കൈ കിട്ടിയതൊക്കെ എടുത്ത് ഓടി വരുമ്പോ മുഖംമൂടി വെച്ച ഒരാളെ കണ്ടു. ജോക്കറിന്റെ മുഖംമൂടി.
അയാൾ ലിഫ്റ്റിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് എന്നെ നോക്കി. അയാൾ നോക്കിയെന്ന് കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് അവിടെ നോടി. എനിക്ക് അത്ര അറിയില്ല സാറേ. You know who it is? Yeah, this raw fire, this mad vibe, you feel the heat, never step to me. This raw fire, this mad vibe, you feel the heat, never step to me. This raw fire, this mad vibe, you feel the heat, never step to me. This raw fire, this mad vibe, you feel the heat, never step to me. Never wanna be plain, just mess with. If you want it, then you feel it, just die. Count money in my checks, in my checklist. Pull the trigger, reload and slide. I'ma die as a soldier, but I never let you take over. Skin red and my thick's gone sober. But my heart will remain just colder, so I'll stamp. ഇനി ഇറക്റ്റ് ആവില്ല. അതുപോലെ നിങ്ങൾ തൊഴിച്ചിരിക്കുന്നത് കുറച്ച് ക്രൂരായി പോയി. എന്ത് ക്രൂരത? ഇവനൊക്കെ ഇതൊന്നും പോരാ. എവിടെയെങ്കിലും വീണാന്നേ അവൻ പറയൂ, അല്ലടാ? ഇതാ കണ്ടില്ലേ, ഇപ്പൊ ഇതിന്റെ സീസണാണോ? ഇവന്മാരും വീണതാന്നാ പറയുന്നത്. ആരോ കൃത്യമായി നാടിയും ഞരമ്പ് നോക്കി പ്രഹരിച്ചതാ, നിങ്ങൾ ചെയ്ത പോലെ. സാറേ, നമ്മൾ അന്വേഷിക്കുന്ന രണ്ടാമനും മൂന്നാമനും. അപ്പൊ നമുക്ക് മുന്നേ ആരോ പണി തുടങ്ങിയിട്ടുണ്ട്. ഫോട്ടോസൂട്ടൊക്കെ ആണല്ലോ. ഇവനാര് ജെയിംസ് കൊണ്ടാ? ഇന്മാരിച്ചു കൊടുത്ത് ഈ സാധനം ഇട്ടടക്കുന്ന ഇവന്മാരെ സമ്മതിക്കണം. AC ഉണ്ട്, AC, കാർ AC, വീട് AC, പണിസ്ഥലം AC. ഇവന്മാർക്കൊക്കെ എന്തോന്ന് ചൂട്. ആൻ്റെ ഇല്ലേ? എന്താണാവോ? എന്താ കാര്യം? ആൻ്റെ ഒന്ന് കൊണ്ടുപോകണം, കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. നടന്നു തന്നെ. നിങ്ങളെ കൊണ്ടുവരാൻ ഒരാൾ വന്നേക്കണം. എന്താ സാറേ കാര്യം? പണിക്കാണോ അത് പണിയാനാണോ? ആൻഡോ, നമുക്ക് കുറച്ച് മാറി നിന്ന് സംസാരിക്കാം. എൻ്റെ കൂടെ ഒന്ന് വരുമോ? ഒരാളെ പറ്റി അറിയാനാ, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെ പറ്റി. ആൻഡോയുടെ ഗ്യാങ്ങിലോ ആൻഡോയ്ക്ക് അറിയാവുന്ന ഏതെങ്കിലും ഗ്യാങ്ങിലോ അങ്ങനെ ഒരാളുണ്ടോ എന്ന് അറിയണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പൊ അതാണല്ലേ കാര്യം? ഒരു ക്രിമിനലിനെ കണ്ടുപിടിക്കാൻ വേറെ ക്രിമിനലിന്റെ അടുത്ത് ഒരുമാതിരി പോലീസ് ലൈൻ ഒറ്റ കൊടുക്കണ പാരമ്പര്യമൊന്നും ആൻഡോക്കില്ല. പോലീസുകാർ ചോദിച്ചാൽ പോലും ആൻഡോ ഒന്നും പറയാറില്ല. അത് പോലീസുകാരെ ഞാൻ ചോദിക്കുന്ന പോലെ ചോദിക്കാഞ്ഞിട്ടാ. ഈ കോട്ടൊക്കെ കണ്ടതിന്റെ പേരിൽ ഒരു പ്രാവശ്യം കൂടി ഞാൻ സാറേന്ന് വിളിക്കും. സാറ് കയറ്, സ്ഥലം വിട്. ആൻഡോയ്ക്ക് ഡ്രൈവിംഗ് അറിയോ? So let's lift off, break this, can we all take this? I'ma be the savior of the rulers, got so reckless, so reckless. തനക്കന്നെ അറിയില്ല. താൻ എന്താ കരുതിയ എന്നെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോവാന്നാ? 24 കേസേ ആൻഡോന്റെ പേര് പഴമൊഴി കൊണ്ടല്ല. തനക്കന്നെ ശരിക്കും അറിയില്ല. മുഖംമൂടിയും വേഷം കെട്ടലും കുട്ടികളെ കാണുമ്പോൾ വികാരം വരുന്ന കുരിപ്പുകളൊന്നും ഞങ്ങളുടെ കൂട്ടത്തിലില്ല. കച്ചേരിപ്പടിയിൽ ഒരു അസ്യസ് ഉണ്ടായിരുന്നു. സ്കൂളിൽ പോണ പിള്ളേരെ തുണി പൊക്കി കാണിക്കുന്ന പറപ്പ് ഏതോ പീഡന കേസിൽ പെട്ട് അവ 1 വർഷമായിട്ട് അകത്താ.
താങ്ക് യു. ആദ്യമായിട്ട് ഒരുത്തൻ ഇമ്മാരി പണി എൻ്റെ ദേഹത്ത് തരണേ മറക്കില്ല സാറേ. എൻ്റെ മറവി നിന്നെ രക്ഷിക്കട്ടെ. എൻ്റെ കൈക്ക് നല്ല രാശിയാ, ശീലമായിക്കോളും. ഒന്ന് അറിഞ്ഞു വയ്ക്കണം നല്ലതാ. ആൻ്റെ എങ്ങനെയാണെന്നും പണികൾ എങ്ങനെയായിരിക്കുന്നു എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയില്ല. Pump your brakes when you feel this greatness. Feel this greatness. Pump your brakes when you feel this greatness. Feel this greatness.